ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 25-ാം തീയതി ആണ്ടുവട്ടത്തിലെ 21-ാമത്തെ ഞായറാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങളാണ്. ആണ്ടുവട്ടം 17-ാമത്തെ ആഴ്ച മുതൽ 21-ാമത്തെ ആഴ്ച വരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ആധാരമാക്കിയാണ്. അവിടെ എന്താണ് ജീവന്റെ അപ്പമെന്നും ജീവന്റെ അപ്പത്തിൽ ഈശോ എന്താണ് നമുക്ക് നൽകുന്നതെന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു സുവിശേഷ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, കുറെ പേർ ഇതിനെതിരെ പിറുപിറുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, അപ്പോഴും ജനങ്ങൾ കുറെ അധികം പേര് പിറുപിറുത്തു. കുറെ പേർ ഇത് കഠിനമാണെന്ന് പറഞ്ഞ് ഈശോയെ ഉപേക്ഷിച്ച് പോവുകയാണ്. അപ്പോഴാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നു? മറുപടി പറയുന്നത് പത്രോസാണ്. പത്രോസ് പറയുന്നു, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനം അങ്ങയുടെ പക്കലുണ്ടല്ലോ. അത് പത്രോസിന് ലഭിക്കുന്ന വലിയ ഒരു ആത്മീയ ഉൾക്കാഴ്ചയാണ്. ഇതിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഒന്നാമത്തെ വായന. ജോഷുവയുടെ പുസ്തകത്തിൽ അവിടെ ജോഷുവായും പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇസ്രായേൽ ജനത്തിന് മുഴുവനായിട്ട് ജോഷുവ നൽകുന്ന വലിയ ഒരു സാക്ഷ്യമാണ്, ജോഷുവായും കുടുംബവും കർത്താവിനെ സേവിക്കും. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ഇസ്രായേലിന് ജോഷുവയോട് കൂടെ ചേർന്നുകൊണ്ട് ആ സത്യദൈവത്തെ ആരാധിക്കുവാനായിട്ട്, സേവിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. പത്രോസ് ഇവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ, ഇനി ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകുമെന്നുള്ള ആ ഒരു വചനം പറയുമ്പോൾ നമ്മളും തിരിച്ചറിയണം, നമുക്കും ഇനി പോകുവാനായിട്ട് ഒരിടമില്ല. നമുക്ക് പോകുവാനായിട്ടുള്ള ഇടമെന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ്. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ നീങ്ങണം. അതാണ് ഈ 5 ആഴ്ചയിലൂടെ തിരുസഭ നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്. നമ്മളും ഇനി ആരുടെ അടുത്തേക്ക് പോകുമെന്ന് ചോദിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് മാത്രമേ നമുക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഞാനും എൻ്റെ കുടുംബവും ഈശോയെ മാത്രമേ സേവിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനായിട്ട് ഈ ദിവസം നമ്മെ സഹായിക്കണം. ഇനി അത് സാധിക്കുന്നത് എങ്ങനെയാണ്? ഈ കഴിഞ്ഞ 5 ആഴ്ചകളിൽ മിക്ക ഞായറാഴ്ചകളിലും നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്ന്, പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവനെന്നുള്ളതാണ്. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇനി മറ്റൊരിടത്തേക്കും പോകുവാനായിട്ട് സാധിക്കുകയില്ല. ആ വ്യക്തിക്ക് ഈശോയുടെ അടുത്തേക്ക് മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ മാത്രമേ സേവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ ദിവ്യകാരുണ്യ ധ്യാനം, ഈ 5 ആഴ്ച നീണ്ടുനിന്ന ഈ ഒരു വചന ധ്യാനം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്കും ജോഷുവയെ പോലെയും പത്രോസിനെ പോലെയും പറയുവാനായിട്ട് സാധിക്കണം, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കൽ മാത്രമാണല്ലോ ഉള്ളത്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാത്രം സേവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.